മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് BS വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ കുത്താൻ ആളുകളുള്ളപ്പോഴും ദൃഢനിശ്ചയത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മരണം വരെ കൊണ്ടുപോയ നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ ഇന്നും ആളുകൾ കേട്ടാലും മതിയാകാത്ത തരത്തിലേക്കാണ് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം, പാർലമെന്റിൽ ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഇപ്പോഴും ആളുകൾ നവമാധ്യമങ്ങൾ കൂടി ഫേസ്ബുക്കുകളിലും ഒക്കെ തന്നെ വീണ്ടും കണ്ടാലും മതിവരാത്ത, കേട്ടാലും മതിവരാത്ത തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ തന്നെ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വിടവ് എന്ന് പറയുന്നത് ഇപ്പോഴും നികത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട്, ഒരു നേതാവ് മരിച്ചു കഴിയുമ്പോൾ അത് വലിയ വിടവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരന്റെ അഭാവം ഇപ്പോഴും കോൺഗ്രസിന് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ അഭാവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു. N കൃഷ്ണകുമാർ, അമ്പാട്ട് അശോകൻ, ഗീതാകുമാരി, സെവന്തികുമാരി, സന്തോഷ് തണൽ, കേശവപിള്ള, സമദ്, നിസാർ, ജലീൽ, അജിത് കുമാർ, നിസ, ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരു നാടിനെ എങ്ങനെ നയിക്കാമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നിട്ടാണ്. 92 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ വരുന്ന അടുത്ത തലമുറകൾ പോലും സ്മരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ കെ കരുണാകരൻ്റെ ഓർമ്മകൾ നമുക്ക് ഏറെ പ്രചോദനവും ഏറെ കരുത്തും നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നേതാവും ഒരു ഭരണചക്രത്തിലും ചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.